ചുഴലിക്കാറ്റ് മേഘവുമായിട്ട് അതിന്റെ ഫോർമേഷൻ ഒന്ന് ഈ സീ സർഫസ് ടെമ്പറേച്ചർ, കല്ലിന്റെയൊക്കെ ഓഷ്യന്റെയൊക്കെ ടെമ്പറേച്ചർ ഒരു സർട്ടൺ ഇതിൽ ചൂടായി കഴിയുമ്പോൾ, ടെമ്പറേച്ചർ ചൂടായി കഴിയുമ്പോൾ നീരാവിയുടെ ഫോർമേഷൻ വളരെ കൂടും. അപ്പോൾ ഭൂമിയുടെ കറക്കവും കൂടെ വരുമ്പോഴേക്ക് കൊറിയോലിസ് എഫക്ട് എന്ന് ചെയ്യുന്നുണ്ട്. ഈ നീരാവി ഉൾക്കൊള്ളുന്നതായ അന്തരീക്ഷത്തിലെ വായു അതിന്റെ ഫ്ലോ നടക്കുമ്പോൾ റൊട്ടേഷൻ മാറും. അത് ഇങ്ങനെ ആന്റി സൈക്ലോണിക് ഇതിലേക്ക്, ആന്റി ക്ലോക്ക് വൈസ് സൈക്ലോൺ നമ്മൾ അതിനെ വിളിക്കുന്നത്, അതിങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അങ്ങനെ വെർട്ടെക്സ് എന്നൊക്കെ അതിനെ നമ്മൾ വിളിക്കും സയന്റിഫിക് ആയിട്ട്. ഇതിങ്ങനെ ഈ കറങ്ങുകയും നീരാവിയുടെ ഇത് കൂടുകയും ചെയ്യുമ്പോൾ ഇതിന്റെ പല ലേയേഴ്സ്, റിങ്സ് പോലെ. റിങ്സ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ കാണേണ്ടത് ഈ സിലിണ്ടറിക്കൽ ഈ കിണറിന്റെ ഇതുപോലെ ഇങ്ങനെ പല പല ഇത് ചെയ്ത് കോൺസെൻട്രിക് ആയിട്ടുള്ള ഇങ്ങനെ ലേയേഴ്സ് ആയിട്ട് വരും. ഈ ഓരോ ലെയറും ഓരോ സ്പീഡിലാണ് ഇങ്ങനെ കറങ്ങുകയാണ്. ഏറ്റവും നടുക്ക് ഐ ഓഫ് ദ സൈക്ലോൺ എന്ന് പറയുന്നതിന് അനക്കമില്ല. അപ്പൊ ഐ എവിടെയാണ്? ഇപ്പൊ കൊച്ചിയുടെ മുകളിലാണ് സൈക്ലോണിന്റെ ഐ ഫോം ചെയ്തെങ്കിൽ കൊച്ചിക്കാർക്ക് ഇങ്ങനെ സൈക്ലോൺ ഉണ്ടെന്നുള്ളതേ അറിയില്ല. അതേസമയം കൊച്ചിയുടെ കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ ഇത്ര അപ്പത്തോട് മാറി നല്ല കറക്കമായിരിക്കും. അതിന് പുറത്തേക്ക് നല്ല സ്പീഡിൽ ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പൊ സൈക്ലോണിനെ പല ലെവലിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ പല പല സെഗ്മെന്റ് ആയിട്ടാണ് കറങ്ങുന്നത്. മാത്രമല്ല ബിക്കോസ് ഓഫ് ദ ഇതിന്റെ വിൻഡ് കാരണം ഈ കറക്കത്തിനോടൊപ്പം തന്നെ ഹോൾ സിസ്റ്റം, മുഴുവൻ സിസ്റ്റം ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാണ്. എപ്പോഴും ഇതിന്റെ മൂവ്മെന്റ് പലപ്പോഴും കടലിൽ തന്നെ, കടലിൽ ഇത് നീരാവി ഉള്ളതുകൊണ്ട് ഇത് ശക്തമാണ്. അവിടുന്ന് കരയിലേക്കാണ് പലപ്പോഴും. ഗതി ചിലപ്പോൾ കരയിലേക്കാണെങ്കിൽ കരയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിന് ശക്തി കുറയും. വളരെ വിരളമായിട്ട് ഒരു ഇപ്പൊ നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ നിന്ന് വരുന്ന സൈക്ലോൺ ചില സമയങ്ങളിൽ അത് ഇന്ത്യൻ പെനിൻസുല, ഇന്ത്യയുടെ ഒരു ഭാഗത്തെ ഒരു ട്രയാങ്കിൾ പോലെയാണല്ലോ. ഇവിടെ ഇത് കാണാം, ഇന്ത്യയുടെ ഭാഗത്തെ ട്രയാങ്കിൾ, പെനിൻസുല പാർട്ട് ട്രയാങ്കിളാണ്. അപ്പൊ ഈ ട്രയാങ്കിൾ ക്രോസ് ചെയ്താൽ എങ്ങോട്ട് വരും? അറേബ്യൻ സീയിലേക്ക് വരും. അറേബ്യൻ സീ അങ്ങനെ ചിലപ്പോൾ, അതായത് അറേബ്യൻ സീ, ബേ ഓഫ് ബംഗാളിൽ ഫോം ചെയ്ത സൈക്ലോൺ ഇന്ത്യയുടെ പെനിൻസുല റീജിയനിലേക്ക് കടക്കുമ്പോൾ ശക്തി കുറഞ്ഞു. പക്ഷെ അവിടെ ഒരു കാറ്റും ഇതെല്ലാം ഉള്ളത് കൊണ്ട് അവൻ എങ്ങനെയോ ചാടി അറേബ്യൻ സീയിലേക്ക് വന്നാൽ വീണ്ടും ശക്തിയായി. അങ്ങനെയാണ് അറേബ്യൻ സീയിൽ ശക്തി പ്രാപിച്ച് വീണ്ടും ഈ സൈക്ലോൺ പോയിട്ട് ചിലപ്പോൾ ഒമാനിലും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് ഹിറ്റ് ചെയ്യുന്നു. സാറ്റലൈറ്റ് പിക്ചർ എടുത്താൽ പല റിങ്സ് ആയിട്ട് മുകളിൽ നിന്ന് കാണാം. ഇതിന്റെ സ്കോൾസ് അല്ലെങ്കിൽ ഇതിന്റെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ ആ ഹൈറ്റ് ഭയങ്കരമാണ്. 16 കിലോമീറ്റർ വരും. അതും 16 കിലോമീറ്റർ തണ്ടർക്ലൗഡ്സ് അത് മുഴുവൻ. അപ്പൊ ഇങ്ങനെ പല പല ഭിത്തികൾ പോലെ സർക്കുലർ ഭിത്തികളായിട്ടാണ് ഇവനിങ്ങനെ കറങ്ങുന്നത്. പല ഭിത്തികളും പല സ്പീഡിലാണ് കറങ്ങുന്നത്. ഈ അയ്യോട് അടുത്തുള്ള ഭിത്തി ഭയങ്കര സ്പീഡായിരിക്കും. പുറമേക്ക് മാറുന്നതോറും സ്പീഡ് കുറഞ്ഞ് ഔട്ടർ സ്കെൽ. പക്ഷെ ഔട്ടർ എന്ന് പറയാനായിട്ട് ഒരു 2000 കിലോമീറ്റർ വലിപ്പമുണ്ട്. അതാണ്, അത്രയും വലിയൊരു സിസ്റ്റമാണത്. സ്നോപ്റ്റിക് സ്കെയിലാണ് വരുന്നത്. ഒരു നമ്മുടെ സ്വാഭാവികമായിട്ടും മേഘങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മേഘങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കാലാവസ്ഥയില് ഞാൻ പറഞ്ഞല്ലോ, മേഘങ്ങളുള്ളപ്പോ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഭൂമിയിൽ നിന്നും വരുന്ന ചൂട് തരംഗങ്ങൾ പുറമേക്ക് പോകാതെ റിഫ്ലക്ട് ചെയ്ത് ഭൂമിയിലേക്ക് തന്നെ വരിക, ഭൂമിയെ ചൂട് പിടിപ്പിക്കും. സൂര്യനിൽ നിന്ന് തരംഗങ്ങളെ തടയുന്നു. അപ്പൊ അങ്ങനെ ഭൂമി ഒരു കാരണം കൊണ്ട്, ക്ലൗഡിന്റെ പ്രസൻസ് കൊണ്ട് ഭൂമി തണുക്കാൻ കാരണം സൂര്യകിരണങ്ങൾ വരുന്നില്ല എന്നുണ്ട്. പക്ഷെ ഭൂമിയുടെ ചൂട് പുറമേക്ക് പോകാതെയും തടയുന്നു. ക്ലൗഡിന്റെ പ്രസൻസ് ഇതിന്റെ ഒരു വാർമിംഗ്, അറ്റ്മോസ്ഫിയർ വാർമിംഗ് തീർച്ചയായിട്ടും. പക്ഷേ വളരെ സ്പീഡിലാണ് ഭൂമി. അതെ. ഭൂമിയുടെ ഒപ്പം തന്നെ ഈ ക്ലൗഡും മൂവ് ചെയ്യുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ മൊത്തം ഭൂമിയുടെ ഒപ്പം. അറ്റ്മോസ്ഫിയർ മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകില്ലേ. അന്തരീക്ഷം ഭൂമിയോടൊപ്പം കറങ്ങുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് വിവിധ ഇതിനകത്തേക്ക് പോയത്. തീർച്ചയായും ആലോചിച്ച് നോക്കൂ, നമ്മൾ ബസ്സിൽ നിന്ന് യാത്ര ചെയ്തു. ബസ്സിന്റെ സ്പീഡായിട്ട് നോക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള അന്തരീക്ഷം സ്റ്റേബിൾ ആണെന്ന് വിചാരിക്കാം. നമുക്ക് എന്താ അനുഭവപ്പെടുന്നത്? ബസ്സിലോ ട്രെയിനിലോ ഇത് ജനല് തുറന്നിട്ട് ജനല് ഓപ്പൺ ആണെങ്കിൽ ഈ എയർ വന്ന് ഇരിക്കുന്നില്ലേ? അതേപോലെ എയർ മൂവ് ചെയ്തിട്ടല്ല, നമ്മൾ മൂവ് ചെയ്തിട്ടാണ്. ഇതേ അവസ്ഥയില്
ഭൂമിയിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എയർ മൂവ് ചെയ്യുന്നില്ലാതിരിക്കട്ടെ, ആ ട്രെയിനിലിരിക്കുന്ന യാത്രികനെ ഈ എയർ വന്ന് ഇടിക്കുന്ന പോലെ തന്നെ 1500 കിലോമീറ്റർ സിസ്റ്റം സ്പീഡില്, കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ആ ഭൂമി കറങ്ങുന്നത് പെട്രോൾ റീജിയനില്. ആ സ്പീഡിൽ എയർ വന്ന് അടിക്കും, പിന്നെ മിച്ചം ഉണ്ടാവും. സൂപ്പർസോണിക് വിമാനത്തെക്കാൾ ഹൈ സ്പീഡാണ്. അതുകൊണ്ട് ഭാഗ്യം ഉള്ളതുകൊണ്ട് അന്തരീക്ഷവും ഭൂമിയോടൊപ്പം ഒന്നും ഉണ്ടാവില്ല ഇവിടെ. അത് കറങ്ങില്ലായിരുന്നെങ്കിൽ ഒരു കെട്ടിടങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. പറഞ്ഞു നേരത്തെ നമ്മുടെ ഈ മേഘങ്ങളിലുള്ളിലേക്ക് ബാഷ്പീകരിച്ചു പോകുന്ന വെള്ളത്തുള്ളികൾ, അതേപോലെ തന്നെ പാർട്ടിക്കിൾസ് എന്നൊക്കെ പറയും. ഞാൻ ഇവിടുത്തെ ക്ലൈമാറ്റിക് ചേഞ്ചുമായിട്ട് കണക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് വലിയ രീതിയിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചുകൾ വരുന്നു, രാഷ്ട്രത്തലവന്മാർ കൂടിയിരുന്ന് ആലോചിക്കുന്നു, ചർച്ചകളെല്ലാം. പക്ഷെ എന്നാലും വ്യാവസായികവൽക്കരണം കൂടിയതുകൊണ്ട് ഒട്ടനവധി വ്യവസായശാലകളിൽ നിന്നുള്ള രാസവസ്തുക്കൾ അന്തരീക്ഷത്തിൽ തള്ളിവിടുന്നു. അപ്പോ അതിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ കണ്ടൻസ് ചെയ്യുന്ന ഈ പാർട്ടിക്കിൾ തന്നെ മുകളിൽ പോയി കണ്ടൻസ് ചെയ്യാൻ പാടില്ലേ? പല ഗ്രൂപ്പായിട്ട് നമ്മളതിനെ കാണാം. ഒന്ന്, ഈ വ്യാവസായിക മേഖലയിൽ നിന്നും ഉണ്ടാകുന്ന ചൂട്, അത് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കും. അന്തരീക്ഷം വല്ലാതെ ചൂട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതി ആകെ വഷളാവും. ഒന്നത്. രണ്ടാമത് ഇതിൽ നിന്നും വരുന്ന ഗ്ലോബൽ വാർമിംഗിൽ അതെ അതെ രണ്ടാമത് ഇതിൽ നിന്ന് വരുന്ന ഈ കെമിക്കൽസ്, അത് അന്തരീക്ഷത്തിൽ കയറി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന്റെ ഘടനയ്ക്ക് മാറ്റം ഉണ്ടാകും, അന്തരീക്ഷത്തിന്റെ പിന്നെ പ്രോപ്പർട്ടീസ് മാറും. കാർബൺ ഫുട്ടിങ് വരുന്ന എല്ലാം പ്രശ്നമാണ് അന്തരീക്ഷത്തിൽ. അതൊക്കെ വന്നു കഴിയുമ്പോഴേക്ക് അന്തരീക്ഷത്തിന്റെ ഘടന മാറും. ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷ വായു എന്ന് പറഞ്ഞാൽ 80% നൈട്രജനും ബാക്കി 20% അടുത്ത് ഓക്സിജനും മറ്റുള്ള ചെറിയ ചെറിയ മെറ്റീരിയൽസ് ആണ്. ഇതിന്റെ ആ റേഷ്യോ അങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും മീഥൈനോ അങ്ങനെയുള്ള മറ്റ് ചെറിയ ചെറിയ ഗ്യാസുകളുടെ എമൗണ്ട് കൂടിയത് വരും. ഇപ്പൊ ഓസോൺ തന്നെ ഒക്കെ ഓസോണൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന്റെ പക്ഷേ കണ്ടന്റ് കൂടിയാൽ, പെർസെന്റേജ് കൂടിയാൽ ലിവിങ് ബീങ്സിനെ ജീവിക്കാൻ പറ്റില്ല. ഇത് പല കാലഘട്ടങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ചില സ്പീഷീസ് നിന്നുപോയതിലൂടെ എക്സ്റ്റിങ്ക്ട് ആകുന്നൊരു കാരണം അന്തരീക്ഷത്തിലെ ഈ വായുവിന്റെ ഘടനയ്ക്ക് മാറ്റം ഉണ്ടാകും, അതിന് ടെമ്പറേച്ചർ മാറ്റം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള പല പല പ്രോപ്പർട്ടീസിലും വിൻഡിൽ മാറ്റം ഉണ്ടാകും. ഒരു വിൻഡ് കിട്ടിയ ഭാഗത്ത് ആ വിൻഡ് കിട്ടാൻ ഇപ്പൊ ഉദാഹരണം ഇവിടെ നോക്കും, സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് അറേബ്യൻ സീയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന വിൻഡാണ്. ആ വിൻഡ് ഇല്ലാണ്ട് ആയാലും എന്ത് വരും? മൺസൂൺ ഇല്ലാണ്ടായി. മൺസൂൺ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഗ്രികൾച്ചറും എല്ലാം പ്രശ്നത്തിലാണ്. ഇതുപോലെ അന്തരീക്ഷത്തിന്റെ ഏതൊരവസ്ഥയും ഇൻഫാക്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ടെമ്പറേച്ചറാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വില്ലനായിട്ട്. അതാണ് ഏറ്റവും സ്വാഭാവികമായിട്ടും ആ ഹീറ്റിന്റെ വില്ലൻ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം വെച്ചാല് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എന്നുള്ളതാണ് വലിയൊരു ഡയറക്ടർ. ഇവിടുത്തെ പല കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനാ. ഞാൻ വില്ലൻ എന്ന് പറഞ്ഞാൽ വന്നോടല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായികവൽക്കരണം നമുക്ക് ആവശ്യമുള്ളതാണ്, വ്യവസായികൾ ആവശ്യമുള്ളതാണ്. പക്ഷെ മറുപുറം ചിന്തിക്കുമ്പോൾ വ്യവസായികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന തീവ്രമായ ചൂടുകളുണ്ട്. വാഹനങ്ങളിൽ നിന്ന് അതൊരു വില്ലനിസത്തിലേക്കല്ലേ പോകുന്നത്. ടെമ്പറേച്ചർ അൺലിമിറ്റഡ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ പാറ്റേണിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, ഏതൊരു കാര്യത്തിലാണെങ്കിലും കൺട്രോൾ എന്നുള്ള അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഡെമോക്രസി നല്ലതാണ്. പക്ഷെ അവിടെയും വേണ്ടടുത്ത് കൺട്രോൾ ഇല്ലെങ്കിൽ ആ ഇംബാലൻസ് വന്നാൽ എല്ലാം തളർന്നു. ഒരു കണ്ടക്ടർ ഒരു മ്യൂസിക് ഓർക്കസ്ട്ര എങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്നു, അയാളുടെ കൺട്രോൾ പോയാൽ എന്റെ ആ പ്ലാനിങ് മുഴുവൻ തെറ്റി. അതേപോലുള്ള സംഭവം നമ്മള് യാഥാർത്ഥ്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന മേഘം എന്ന് പറയുന്നത് സാധാരണ മേഘമല്ല, കവികൾ എഴുതിയ മേഘമല്ല, കലാകാരന്മാർ എഴുതിയ വൈകാരിക ഭാവം മാത്രമാണ്. ജീവിതത്തിന്റെ സമ്പൂർണമായ ക്ലൈമാറ്റിക്കും അതുമായി ബാക്കിയുള്ള എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അഭൂതപൂർവമായ പ്രതിഭാസമാണ്. ആ ഒരു ക്ലൗഡ് ഫോർമേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ നമുക്ക് ജീവിതത്തെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വെൽ ബാലൻസ് സിസ്റ്റമാണ് ഇത് നശിപ്പിക്കാൻ പെട്ടെന്ന് കഴിയും. നമ്മുടെ ഈ വയലാറിങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് സ്വപ്നങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്കിത് മേഘങ്ങളെ കുറിച്ച് പറയാം. നിങ്ങൾ ഈ ലോകത്ത് ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യം ഈ ലോകം അല്ലേ? സത്യത്തിൽ ഭൂമിയുടെ ഘടന ആൾപ്പാടെ മാറിപ്പോകും. അതിന്റെ സൗന്ദര്യഭാവമാണ് നമ്മൾ പലപ്പോഴും കവികളിലും മറ്റു ഉത്തേജനം
ഉത്തേജകമായിട്ടുള്ള ആശയങ്ങൾ വരുന്നത്. പക്ഷെ അതിന്റെ ശാസ്ത്രീയ വശം അല്ലെങ്കിൽ ഭൗമ സ്ഥിതിയുടെ വശം അത് ഗംഭീരമാണ്. മേഖല എങ്ങനെ ഉണ്ടാവുന്നു, അതിന്റെ പ്രാധാന്യം ലോകത്തിലെ എങ്ങനെ, സ്വാഭാവികമായിട്ടും ഈ ലോകത്തിലെ ക്ലൈമറ്റിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. പിന്നെ മറ്റേ വേറൊരു വലിയ കാര്യം, ഇപ്പൊ നമ്മള് കാർ ഓടിച്ചിട്ട് ഞാൻ ഒരു കാര്യം, ഈ ഇതിന്റെ നമ്മുടെ ഈ ശാസ്ത്രം മേഘത്തിനെ സംബന്ധിച്ച് അത് ഒരു ഇപ്പോൾ നല്ലോണം വികസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം റിസർച്ച് അതിന്റെ ഒരു വലിയ കാര്യം എന്താന്ന് വെച്ചാല് അവിടെ നമുക്ക് മേഘങ്ങളെ ഒന്നും അത്രയും കൂടെ നിയന്ത്രിക്കാൻ എളുപ്പമല്ല. ഇതിലൊക്കെ ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അത് നാച്ചുറൽ ആയിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പൊ അവിടെ നമുക്കൊരു കൺട്രോൾ ഇല്ല. ഈ മേഘത്തെ കുറിച്ച് ചില അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ഇതനുസരിച്ച് സ്വഭാവം അനുസരിച്ച് മേഘം പോകുന്നതൊക്കെ കാണുക, ഒബ്സർവ് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളത് കവിഞ്ഞ് നമുക്ക് മേഘം ഉണ്ടാക്കാനോ മേഘത്തിന് ദിശ മാറ്റാനോ അത്രയും കൂടെ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഈ ഒരു ഡയമെൻഷനുള്ള കാര്യം. അല്ല, വാട്ട് ഈസ് എ കോസ് ഓഫ് ഹ്യൂമൻ ഇന്റർഫിയറൻസ്? ഇപ്പോ നമ്മൾ ഇതിനകത്ത് മേഘം നേരത്തെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു. ഇപ്പോ ബാഷ്പീകരിച്ച് സ്വാഭാവിക ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് ബാഷ്പീകരണം കൂടുന്നത്. അതുപോലെ അതിനകത്ത് പാർട്ടിക്കിൾസ് വരുന്നു. ആ പാർട്ടിക്കിൾസ് കെമിക്കൽ പാർട്ടിക്കിൾസ് ആവാം, അയാൽ അപകടം. അല്ല, അങ്ങനെയുള്ള ഹ്യൂമൻ ഇന്റർഫിയറൻസ് എത്രമാത്രം ഈ മേഘങ്ങളെ ബാധിക്കുന്നു? മേഘവും അത് പ്രകൃതിയുടെ ആ ഡയമെൻഷനും വെച്ച് നോക്കുമ്പോൾ ഈ നമുക്കറിയാമല്ലോ ഹ്യൂമൻ ആന്ത്രോപോജനിക് എഫക്ട് എന്ന് അതിനെ പറയുക, ഇതൊരു ചെറിയ ഭാഗമേ ഉള്ളൂ. ഇപ്പൊ ലോകത്തിന്റെ ആ ലാൻഡ് പോർഷൻ, കളർഫുൾ ആയിട്ട് കാണുന്ന ലാൻഡ് പോർഷൻ, ബാക്കി 30% ഉള്ളൂ. 30% കര. അതിൽ ഏതാണ്ട് ഇക്വേറ്ററിന്റെ ആ ചുറ്റുവട്ടത്താണ് ആൾക്കാർ ജനവാസമുള്ളത്. ബാക്കിയൊക്കെ വെറും ഭൂമി എന്നുള്ളതേ ഉള്ളൂ. ജനവാസം അവിടെ അധികമൊന്നുമില്ല. ഈ ഇക്വേറ്ററിന്റെ അഞ്ചരകത്ത് ഭാഗ്യം, അതൊരു ഭാഗ്യമുണ്ട്. നമ്മളിപ്പോൾ മനുഷ്യര് ഇത് മുഴുവൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിനുണ്ടാവില്ലേ? അപ്പം ഭാഗ്യം ഈ ഇക്വേറ്ററിന്റെ ഇരു കരകൾ എന്ന് വേണേൽ പറയാം. അവിടെയൊക്കെ ആയിട്ടാണ് കൂടുതൽ ജനസാന്ദ്രത ഉള്ളത്. ചെറിയ സ്ഥലത്താണ് 700 കോടി ജനങ്ങൾ നിൽക്കുന്നത്, കൂടുതൽ അവിടെയാണ്. അപ്പൊ ഇവരുടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇങ്ങനെയുള്ള കളികള് ഒക്കെ വന്നിട്ട് ഇവ അഗ്രികൾച്ചർ ഈ പറയുന്നത് നിസ്സാരമല്ല കേട്ടോ. ഇൻഡസ്ട്രി പോലെ തന്നെ വേറൊരു വില്ലനും ആണ് അഗ്രികൾച്ചറും. കാരണം അഗ്രികൾച്ചർ ലാൻഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇതെല്ലാം അന്തരീക്ഷത്തെ ബാധിക്കുന്നു. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന അതിന്റെ പുറമേക്ക് വരുന്ന വാതകങ്ങളും ഇതെല്ലാം മനുഷ്യവാസന. അപ്പോൾ അത്രയും ചെറിയൊരു ഭാഗം മാത്രം മനുഷ്യ ജീവിതം നിലനിൽക്കുന്നത് കൊണ്ട് അതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നോക്കുമ്പോൾ പ്രകൃതിയുടെ ബാക്കിയുള്ള ഈ മേഘങ്ങൾ പോലെയുള്ള അന്തരീക്ഷത്തിന്റെ അവസ്ഥകൾ വളരെ വലുതാണ് ഇവരുടെ ഈ ആക്ടിവിറ്റി ആയിട്ട് നോക്കും. പക്ഷെ ഇതുകൊണ്ട് തന്നെ ദോഷം വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരം തന്നെ, ഭൂമിയെ നമുക്ക് ശരീരമായിട്ട് നമ്മുടെ ശരീരമായിട്ട് നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളും, എന്നാൽ അതിൻ്റെ അകത്തൊരു മെഡിസിനൽ ഒരു ഗുളിക കഴിക്കും, ഭക്ഷണം കഴിക്കുന്നു. ഒരു ഗുളിക എന്ന് പറഞ്ഞാൽ അതല്ലേ, പക്ഷെ അതിന് ഇമ്പാക്ട് ഭയങ്കര. ആ ഗുളിക കൊണ്ട് ഉണ്ടാകുന്ന ചിലപ്പോൾ രോഗത്തെ മാറ്റുന്നു, രോഗാവസ്ഥയെ നമുക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചെറിയ ഭാഗത്തുള്ള മനുഷ്യ ജീവിതം കൊണ്ട് അതിൽ നിന്ന് വരുന്ന ദോഷകരമായ കാര്യങ്ങൾ കൊണ്ട് അത് ഭൂമിയെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. ആ ഒരു എഫക്റ്റ് കൊണ്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന ഡീസ്റ്റെബിലൈസ്ഡ് കണ്ടീഷൻ മാറി വരണമെങ്കിൽ വർഷങ്ങൾ പോരാ, ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഓരോ മാറ്റം. അതാണ് പ്രശ്നം. അപ്പൊ അതോടെ അതിനുള്ളിൽ പല ജീവജാലങ്ങളും നഷ്ടമാകും. മനുഷ്യൻ തന്നെ ഈ ചേഞ്ചസിനോട്, അൺനാച്ചുറൽ ചേഞ്ചസിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എല്ലാ സ്പീഷീസും ലോകത്തും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് മേഘങ്ങളെ കുറിച്ച് ഒന്നും ആയിട്ടില്ല. മേഘങ്ങളെ കുറിച്ച് അതിന്റെ പല രൂപത്തിലും പല അതിന്റെ ഘടനയിലും അത് കൊടുക്കുന്ന ഇമ്പാക്ട്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ക്ലൗഡ് ബേഴ്സിനെ കുറിച്ചും അതെ അതിന്റെ അകത്ത് ഈ അന്തരീക്ഷ വായു മുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. മുകളിലേക്ക് പോകുമ്പോഴേക്ക് പാർട്ടിക്കിൾസും മുകളിലേക്ക് പോവുകയും പിന്നെ ക്ലൗഡിന്റെ അകത്ത് താഴേക്ക് വരികയും വന്ന് ഒരു സെർട്ടൺ വെലോസിറ്റി കഴിയുമ്പോഴേക്ക് ഒരു സ്റ്റേബിൾ ആയി കഴിയും. അന്നേരത്തേക്ക് ഇതിങ്ങനെ കണ്ടൻസ് ചെയ്ത് കൂടുതൽ വാട്ടർ ഡ്രോപ്സ് കണ്ടൻസേഷൻ നടക്കാം. അപ്പോ ഒരു ഘട്ടം എത്തുമ്പോഴേക്ക് ഇതിന് മുകളിലേക്ക് പോകാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും.
അപ്പൊ ആ സമയത്ത് ഈ ക്ലൗഡിന്റെ ചില ഭാഗങ്ങളിൽ ഈ വാട്ടർ ഡ്രോപ്സ് പെട്ടെന്ന്, അതായത് ഒരു മണിക്കൂറിൽ 10 സെന്റിമീറ്ററിലേറെ, ഒരു മണിക്കൂർ 10 സെന്റിമീറ്ററിലേറെ മഴ ഉണ്ടാകുന്ന റീജിയൻ വരുമ്പോഴാണ് ക്ലൗഡ് ബേഴ്സ്റ്റ്. അത് കൂടുതലും നോർത്ത് ഇന്ത്യയിലൊക്കെയാണ്. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പൊ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ മൺസൂൺ കാലഘട്ടത്തിലൊക്കെ ഇവിടെ അടുത്തൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഏതാണല്ലോ ഒരു മണിക്കൂറിൽ 10 സെന്റിമീറ്റർ കൂടുതൽ മഴ ഉണ്ടാകുക. വെള്ളത്തുള്ളികളുടെ വലിപ്പം കൂടുതൽ. അപ്പൊ ആ വെള്ളത്തുള്ളികള് വലിയ മഴത്തുള്ളികൾ വീണാൽ അതുകൊണ്ടും ഡാമേജ് ഉണ്ടാകും. കൃഷികൾ വെള്ളം നശിച്ചു. ചെറിയ മഴയ്ക്ക് പകരം വലിയ മഴത്തുള്ളികൾ നമ്മുടെ ഒരു വീടുകളിലൊക്കെ സാധാരണ വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് ഇത് വരും. കാരണം ഒരാഴ്ച കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്ത് കഴിയുമ്പോഴത്തേക്ക് വെള്ളപ്പൊക്കം, ഫ്ലഡിങ് ഉണ്ടാകാൻ സാധ്യത. വളരെ അപകടകരമായ നമ്മള് ഒരു കഴിവത് ഈ പ്രകൃതിയായിട്ട് വല്ലാണ്ട് നമ്മള് പണിയാൻ നമ്മൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ വലിയ മീറ്റിങ്ങുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ ഒരു രാജ്യത്തിനും, പ്രത്യേകിച്ച് ഞാൻ ഒരു രാജ്യത്തിനെ എടുത്തു പറയാലോ, എസ്പെഷ്യലി അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അവരാണ് ആദ്യം തന്നെ തുടങ്ങി വെച്ചവരാണല്ലോ. ഇപ്പൊ അവര് വളരെ ന്യായങ്ങൾ പറയുന്നുണ്ടെങ്കിലും തുടക്കക്കാർ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടാണ്. വെസ്റ്റ് തന്നെയാണ് അതിന്റെ തുടക്കം. ഇനിയിപ്പോ അത് ബാക്കിയുള്ളതെല്ലാം നിർത്തണം, ഞങ്ങളത് ചെയ്യില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഓൾറെഡി ഒരു ഡാമേജ് വരുത്തി കഴിഞ്ഞു. ആ ഡാമേജ് നമുക്ക് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ മനസ്സിലായത് ആ ഡാമേജ് കുറെ വർഷങ്ങളിൽ നീണ്ടു നിൽക്കണം. നമ്മൾ വരുത്തുന്ന ഒരു ക്ലൈമാറ്റിക് ഡാമേജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നൊരു ഡാമേജ് വരുത്തുന്ന ആളെ തിരുത്താമെന്നുള്ള ഭാഷ നടക്കില്ല. ഈ ക്ലൈമാറ്റിക് ചേഞ്ച് എപ്പോഴും സ്ലോ ആണ്. ഡാമേജ് വരുത്തിയാൽ പിന്നെ അതൊന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടിനിടയില് ഒത്തിരി നമുക്ക് നഷ്ടപ്പെടും. നേടിയെടുത്ത് വളർന്നു. മനുഷ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഇതില്ല. മനുഷ്യ ജീവിതം ഇതിന്റെ റെപ്ലിക്കേഷനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഈ ഡ്രഗ് അഡിക്ഷൻ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഡാമേജ് വളരെ വലുതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രയോ കാലം എടുക്കും. മനുഷ്യ ജീവിതത്തിൽ എളുപ്പമല്ല എന്ന് അതേപോലെയുള്ള ഡിസോർഡർ ആണ് നമുക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന ഒരു ചെറിയ മേഘം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ കാണുന്നു, നമ്മൾ ആസ്വദിക്കുന്നു. നല്ല മേഘങ്ങളാണ്, മഴ ആസ്വദിക്കുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ പുറകിൽ ഇത്ര വലിയൊരു ശാസ്ത്രീയം, ഡോക്ടർ പറഞ്ഞ മാതിരി തന്നെ, ഡോക്ടർ സുരേഷ് നാരായൺ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ പുറകിൽ വലിയൊരു സത്യം ഉണ്ട്, ഒരു ശാസ്ത്ര സത്യമുണ്ട്. ആ ശാസ്ത്ര സത്യം മനസ്സിലാക്കാതെ നമ്മൾ മനുഷ്യൻ നടത്തുന്ന വേറൊരു കാര്യം നമ്മൾ വിചാരിക്കുന്നത് നിസ്സാരമായിട്ട് റോഡ് ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മളൊക്കെ പറഞ്ഞു. പക്ഷെ അതും അതെ, നമ്മളൊന്ന് ഒരു ലാബിൽ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ എപ്പോഴും നടക്കാറില്ല. ഈവൻ ഒരു ക്ലൗഡ് തന്നെ ഫോം ഡെവലപ്പ് ചെയ്യാൻ. എന്നാല് ഈ ഫോഗൊക്കെ നമുക്ക് ഫ്രിഡ്ജിന്റെ അത് ഫ്രിഡ്ജ് തുറക്കുമ്പോ ഒരു നീരാവിയുടെ ഒരു ഫോഗാണ്. ഫോഗ് തന്നെയാണ്, അതൊക്കെ ഈ ക്ലൗഡിനും ഇതിനും തമ്മിൽ എന്തെങ്കിലും ഘടനയിലോ എന്തെങ്കിലും ഒന്നുമില്ല. സ്റ്റാറ്റസ് ക്ലൗഡിന്റെ ഒന്നുമില്ല. എല്ലാം വെള്ളത്തിന്റെ. പിന്നെ ഈ ലാർജർ അരേനയിലേക്ക് വരുമ്പോഴാണ് ഇവൻ നിംബസ്, തണ്ടർ ക്ലൗഡ് ഇങ്ങനെയുള്ള ഭാവത്തിലൊക്കെ വരുന്നത്. എനിക്ക് എന്റെ ഒരു വിമാനയാത്രയിൽ കണ്ട ഒരു നല്ല അനുഭവമുണ്ട്. വളരെ അകലെയായിട്ട് ഒരു സന്ധ്യാസമയത്താണ്, വളരെ അകലെയായിട്ട് തൂണ് പോലെ ഉയർന്നു നിൽക്കുന്ന തണ്ടർ ക്ലൗഡ്സ്. അതിനുള്ളിൽ വെർട്ടിക്കൽ സ്ട്രക്ചർ വന്നിരിക്കുന്നത് ഒരു 3-5 ഞാൻ കണ്ടു. സന്ധ്യാകാറായ സമയമാണ്. അതിനുള്ളിൽ ഈ ചെറിയ ലൈറ്റ് ഇട്ടിരിക്കുന്ന പോലെയാണ് ലൈറ്റ്നിങ് നടക്കുക. ക്ലൗഡിന്റെ ഉള്ളില് വലിയൊരു വ്യൂ ആയിരുന്നു. എന്റെ മനസ്സിൽ ജീവിതത്തിലൊരു ആകർഷണമായിരുന്നു കാണാൻ പറ്റിയത്. അത് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ കുട്ടികളെ ആണെങ്കിൽ തന്നെയും കൂടുതൽ പ്രകൃതിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഇത് കാണുള്ളൂ. ഇന്ന് അവരെല്ലാം മുറിക്കുള്ളിലും അവരുടെ ഇപ്പൊ മൊബൈലിനുള്ളിലും കണ്ട് തീർക്കുകയാണ്. ശരിക്കും പ്രകൃതിയിൽ ഇറങ്ങി കാണണം. പക്ഷെ സൂക്ഷ്മതയും വേണം. കാരണം വെച്ചാല് ഈ എവിടെയെങ്കിലും തണ്ടർ ക്ലൗഡ് ഇതിന്റെ ഇടിമുഴക്കം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം സേഫ് അല്ലെന്നുള്ളതാണ്. അവിടേക്ക് ലൈറ്റിനിങ് വരാം എപ്പോഴാണെങ്കിലും. അപ്പൊ അതൊക്കെയുള്ള പ്രിക്കോഷൻസ് എടുക്കണം. സാധാരണഗതിയിലാണ് ഇപ്പം നല്ല അന്തരീക്ഷത്തിലൊക്കെ ആണെങ്കിൽ പുറമേ നിന്ന് കുട്ടികളൊക്കെ ആണെങ്കിൽ, ഇപ്പം പ്രായമായവരാണെങ്കിൽ കൊച്ചുമക്കളെ കൊണ്ടൊക്കെ പുറത്തേക്ക് വരിക, ഈ പ്രകൃതിയെ കാണുക, ആകാശത്തേക്ക് നോക്കി പറയുക. പകലാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ അതിൽ തന്നെ മനസ്സിലാക്കി. ഇന്ന് അതിനുള്ള ചാൻസസ് ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ. അത് ചെയ്യണം. കൊച്ചുകുട്ടികളെ പലപ്പോഴും നമ്മള് മാളിന്റെ ഒക്കെ ഉള്ളില് കളിസ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതും ആർട്ടിഫിഷ്യലാണ് മുഴുവൻ. പ്രകൃതിയെ നമ്മൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം, കണ്ടെത്തണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു പൂർണ്ണ ആരോഗ്യമായിട്ട് ജീവിക്കാൻ സാധിക്കും.
അങ്ങനെയുള്ള ഒരു അവസരത്തിന്റെ ഭാഗമാണ് നമ്മൾ. അതെ, തീർച്ചയായിട്ടും നമ്മളത് വലിയൊരു റോളാണ് ആൾക്കാർ ഇപ്പോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതും നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തത് തന്നെയാണ്. ഈ ചെറിയ ചെറിയ ചർച്ചകളിലൂടെ നമ്മൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എനിക്കറിയാം ഈ ഗ്രഹങ്ങളെ കുറിച്ചൊരു ചർച്ച ഒരു 5% പോലും ആയിട്ടില്ല. ഇനി കുറെ ഉണ്ട് നമുക്ക് ഇനി ചർച്ച ചെയ്യാനും പറ്റിയ കാര്യങ്ങൾ. ഇതിൽ തന്നെയും ഡോക്ടർ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് ഇത് എത്തുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ അറിവുകൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വളരെയധികം നന്ദി. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി അവയർനെസ് ക്രിയേഷൻ, ഇതേപോലെയുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, വിദഗ്ധന്മാരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് കൃത്യമായി ഇതിന്റെ അവസ്ഥകൾ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാം ഇരിക്കുന്ന ഒരു വലിയ ബോംബിന്റെ മുകളിലാണ്. നമ്മൾ തന്നെയാണ് ഈ ക്ലൈമാറ്റിക് ചേഞ്ചും മറ്റും വരുത്തുന്നത്. ലോകത്തിന്റെ ഘടനയെ വ്യത്യസ്തമാക്കുന്നതും നശിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെയാണ് വില്ലന്മാർ, മനുഷ്യർ എന്ന് പറയുന്നത്. അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമുണ്ട്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് വലിയ വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ശാസ്ത്ര സത്യങ്ങളെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ സുരേഷ് നാരായണൻ നമ്മളോട് സംബന്ധിച്ചത്. ഡോക്ടർ വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക്സ്.